നമ്മൾ ചിലപ്പോ ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവി എന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഉറുമ്പിനെയാണ്. ഉറുമ്പാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിലുള്ള ജീവി എന്ന് പറയുന്നത്. നമ്മൾ ഇത് എന്തിനു ഉറുമ്പല്ലേ, വെറുതെ കുറെ ഉറുമ്പിനൊക്കെ അടിച്ചു മാറ്റും നമ്മള്, അല്ലെ? ഉറുമ്പ് അടിച്ചു നിറച്ചു ഉറുമ്പാണ്. അതെ, നമ്മളൊരു ജീവിനെ അവിടെ ചത്ത് കിടക്കാൻ നിറച്ചു ഉറുമ്പ് വരും, അല്ലെ? ഉറുമ്പ് എന്ന് പറയുമ്പോ നമുക്കൊരു കുറുമ്പ് എന്നൊക്കെ തോന്നാ. പക്ഷെ ഈ ഉറുമ്പുണ്ടല്ലോ, ഈ ലോകത്തിൽ ഉറുമ്പില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ചെതല് പിടിച്ചു പോയിടാ പുസ്തകങ്ങളൊക്കെ ശരിയാ, ചിതല്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ചിതലും ഉറുമ്പും ചെയ്യുന്ന കർമ്മം എന്താണെന്നറിയോ? ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അവരാണ്. ഈ ലോകത്തിൽ കോടാനുകോടി ഈ മരങ്ങള്, മൃഗങ്ങള്, മനുഷ്യരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചു വീണ്. ഇതിനെയെല്ലാം തിന്ന് അതിനെയെല്ലാം ഡൈവേർട്ട് ചെയ്ത് വീണ്ടും മണ്ണാക്കി മാറ്റുന്ന ഈ കർമ്മം ആരെ ചെയ്യുന്ന പ്രിയമുള്ളവരെ? ആരെങ്കിലും ഉറുമ്പിനെ ആദരിക്കലോ പൊന്നാട അണിയിക്കാൻ പറ്റില്ലല്ലോ. ഈ ചെതലിനെ ആരെങ്കിലും വിലമതിക്കോ? ഇല്ല. ഈ ലോകത്ത് പലപ്പോഴും കുറേ നന്മകൾ ചെയ്യുന്ന മനുഷ്യരുണ്ട്, നമ്മളൊന്നും അവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന നന്മകളെല്ലാം ഈ പ്രപഞ്ചത്തെ വലിയ വലിയ മഹത്വത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ ഉറുമ്പിനെ പോലെ ആയിരിക്കാം, ചെതലിനെ പോലെ ആയിരിക്കാം. ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഒരു ഐ അപ്രീഷിയേറ്റ് എന്ന് പറയുന്നത്, ഞാൻ യൂറോപ്പിൻ്റെ യെസ് ഐ അപ്രീഷിയേറ്റ് ഫാദർ, അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ നാട്ടിലില്ല. കാരണം നമ്മൾ ചെയ്യുന്ന സൈലന്റ് ആയിട്ടുള്ള കർമ്മങ്ങൾ അതെല്ലാം നമുക്ക് തന്നെ ആത്മനിർവൃത്തി നൽകുന്നതാണ്. ഉറുമ്പ് എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടാകാം. ഉറുമ്പിനെ എല്ലാവരും ആട്ടി ഓടിക്കുകയാണ്, അടിച്ചു മാറ്റുകയാണ്. പക്ഷെ ഉറുമ്പ് ചെയ്യുന്ന പ്രവൃത്തി ഈ ചത്തുപോകുന്ന ജീവികളെയെല്ലാം തിന്ന് അത് വീണ്ടും മണ്ണാക്കി മാറ്റുകയാണ്. അത് ഉറുമ്പരിക്കാന്നൊക്കെ പറയില്ലോ, അതുപോലെ ചെതല്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ചില സൈലന്റ് ആയിട്ടുള്ള പ്രവൃത്തികൾ ആരും അറിയണമെന്നില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി നമ്മുടെ ഉള്ളിലുണ്ടായ മതിയോ. നമ്മളെ മനസ്സിലാക്കാൻ മനുഷ്യരല്ല, നമ്മെ സൃഷ്ടിച്ച ആ ഉറുമ്പിനെയും ചെതലിനെയും സൃഷ്ടിച്ച, ആകാശത്തിലെ പറവകളെ നോക്കാൻ പറഞ്ഞില്ലേ ബൈബിളിലെ, അതുപോലെ നമ്മളെ സൃഷ്ടിച്ച നല്ലവനായ ദൈവം നീ ചിരിക്കുന്നതിനും നീ നോക്കുന്നതിനും നീ തൊടുന്നതിനും നീ പറയുന്നതിനും ഒക്കെ വലിയ വലിയ മഹത്വം നിനക്ക് നൽകും.